പ്രശാന്ത് ഏട്ടാ, നാം ഇന്ത്യയിൽ മുഴുവൻ ബംഗ്ലാദേശികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലും ആ വാർത്ത വന്നിരിക്കുന്നു. ബംഗ്ലാദേശികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കേരള പോലീസും ATS നമ്മുടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള കടുത്ത നിർദ്ദേശം, താക്കീത് ഈ വിഷയത്തിലുണ്ട്. അമിത്ഷാ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു ബംഗ്ലാദേശിയെയും അനധികൃതമായിട്ട് നുഴഞ്ഞു കയറി ഇവിടെ താമസിക്കുന്ന, ജോലി ചെയ്ത് ജീവിക്കുന്ന ബംഗ്ലാദേശികളെപ്പോലും നിങ്ങൾ രേഖകൾ കൈവശമില്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട, അവരെ കൃത്യമായിട്ട് തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് മടക്കി അയക്കണം. മാത്രമല്ല, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെയും ഒക്കെ ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് റൂറൽ SP, ജില്ലാ പോലീസ് മേധാവി കൂടിയാണല്ലോ അദ്ദേഹം, ഡോക്ടർ വൈഭവ് സക്സേന IPS, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബംഗാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒക്കെ ജോലി ചെയ്യുന്നത്, അവർ താമസിക്കുന്നത് ഒക്കെ എറണാകുളത്ത് പെരുമ്പാവൂർ എന്ന പ്രദേശത്താണ്, അല്ലേ? ആ എറണാകുളം ജില്ലയിൽ അവർ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. എറണാകുളത്തിന് തൊട്ടടുത്ത തൃശ്ശൂരും അതുപോലെ ഇടുക്കിയിലും ഒക്കെ ആലപ്പുഴയിലും ഒക്കെ അവർ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഈ പെരുമ്പാവൂർ കേന്ദ്രമാക്കിയാണ് അവർ കൂടുതൽ പേരും താമസിക്കുന്നത്. ആ പെരുമ്പാവൂര്, അതുപോലെ തന്നെ കോടനാട്, എടത്തല, ഈ ഭാഗങ്ങളിൽ ദിവസങ്ങളായിട്ട് റെയ്ഡുകൾ തുടർച്ചയായിട്ട് നടക്കുകയാണ്. ബംഗ്ലാദേശികളെ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഏതാണ്ട് 5 പേരെ കണ്ടെത്തി എന്നുള്ള വാർത്തയുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും. ഇതെന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ്. കാരണം മുൻപെല്ലാം ഇത്തരം ബംഗ്ലാദേശികളെ വന്ന് പിടികൂടുന്നത് ആസാം പോലീസോ ഉത്തർപ്രദേശ് പോലീസോ ഡൽഹി പോലീസോ എല്ലാം ആയിരിക്കും. കാരണം ഇടക്കാലത്ത് തന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെരുമ്പാവൂർ നിസ്സാരക്കാരനല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാരാണെന്ന് അറിയാലോ. അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററാണ്. അയാള് അറസ്റ്റിലായി എന്നുള്ള ആസാം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത്. അല്ല, അത് തുടർച്ച അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തടിയൻ വിട നസീറും മദനിയും എല്ലാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പോയി സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ അവിടുത്തെ പോലീസും സേനാംഗങ്ങളും വന്നാണ് ഇവരെ പിടികൂടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇത് ഇനി വലിയ കേന്ദ്ര സർക്കാരിന്റെ വലിയ സമ്മർദ്ദത്തിന് പശ്ചാത്തലത്തിലായിരിക്കും ഇങ്ങനെ? തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ ഇതിനകത്തുണ്ട്, സമ്മർദ്ദമുണ്ട്. ഇവരെ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ആസാം, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ 100 കണക്കിന് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നുണ്ട്. അവരെല്ലാം വളരെ കൃത്യമായിട്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ച് അതിർത്തി കടത്തി അവരുടെ രാജ്യത്തേക്ക് വിടുകയാണ്. ഇതിപ്പോൾ അവരുദ്ദേശിക്കുന്നത്, കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്, കന്യാകുമാരി തൊട്ട് കാശ്മീർ തൊട്ട് ഇങ്ങനെ തൂത്തുപിറക്കി കൊണ്ടുവന്ന് നേരെ എല്ലാം കൂടി കൊണ്ടുവന്ന് ബംഗാളിലേക്ക് ഒതുക്കുക. ബംഗാളിൽ ഇത് പൂർത്തിയാക്കണം. കാരണം ബംഗാളിൽ ഏതാണ്ട് 7 ജില്ലകളിൽ ബംഗ്ലാദേശികൾ വലിയ തോതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ. ഇത് അവിടുത്തെ ബംഗാൾ സർക്കാരിനും അറിയാം. നമ്മളിത് മുമ്പ് കണ്ണടച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശും നമ്മളുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം നിലനിന്നിരുന്നു. അപ്പോൾ അവിടെ കൊടിയ പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ്. അവർ വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. ദാരിദ്ര്യം വലിയ തോതിൽ ഉണ്ട് താനും. അപ്പോൾ ജോലി തേടി ഇങ്ങോട്ട് വരുന്നവരെ നമ്മുടെ സർക്കാർ വലിയ തോതിൽ അവരെ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് അവരിവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് പോയിക്കോട്ടെ. ഇപ്പം ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ വന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ജോലി ചെയ്ത് മാസം 25,000 രൂപയൊക്കെയാണ് നാട്ടിലേക്ക് അയക്കുന്നത്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കൂട്ടത്തിൽ ബംഗാളിലേക്ക് കടന്നു കയറിയ ഈ ബംഗ്ലാദേശികൾ, നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൽ ഇവർ വരുന്ന രീതി വളരെ രസകരമാണ്. അതും കൂടി ഞാൻ പറയാം. ഇത് നുഴഞ്ഞു കയറി മുർഷിദാബാദ് പോലെയുള്ള ജില്ലകൾ വഴി അതിർത്തി കടന്ന് ബംഗാളിലെത്തുന്നു. ബംഗാളിൽ നിന്ന് അവർ ട്രെയിൻ മാർഗം നേരെ ബാംഗ്ലൂരേക്കാണ് വരുന്നത്, കർണാടകയിലാണ് വരുന്നത്. ബാംഗ്ലൂര് ഇവരെ കേരളത്തിലേക്ക് വ്യാജരേഖകൾ നിർമ്മിച്ച്, ID കാർഡുകളും മറ്റും നിർമ്മിച്ച്, ആധാർ കാർഡുകളും മറ്റും വ്യാജമായി നിർമ്മിച്ച് ഇവരെ കേരളത്തിലേക്ക് കടത്തിവിടാൻ പ്രത്യേക ഏജൻസികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ചില ഏജൻസികളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയും ചിലർ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച, ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് തസ്ലീമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ, ഒരു ബംഗ്ലാദേശിയാണ്, അവരുടെ സുഹൃത്തിനെയും കൂടെ പിടികൂടിയത്. അവർ 3 പേരാണ് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിൽ എത്തിയിട്ട് ബാംഗ്ലൂർ നിന്ന് ഇവരും മറ്റൊരു സുഹൃത്തുമായിട്ട് ഇങ്ങോട്ട് വന്നു. മറ്റേ 2 പേര് ബാംഗ്ലൂരിൽ നിന്ന് എങ്ങോട്ട് പോയെന്ന് അവർക്ക് അറിയില്ല. എന്തായാലും ആ ഏജൻസികളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവരിൽ നിന്ന് കിട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ എത്തി കർണാടക പോലീസുമായിട്ട് ചേർന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ
ഈ ബംഗളൂരുവിൽ നിന്നാണ് ഇവർക്ക് വ്യാജരേഖകൾ നിർമ്മിച്ച് കിട്ടുന്നത്. അതുമായിട്ട് കേരളത്തിൽ വന്ന് കഴിയുകയായിരുന്നു. അതിലിപ്പോൾ 5 പേര് പിടിയിലായിട്ടുണ്ട്. പിടിയിലായവരുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തു വിട്ടിട്ടില്ല. ഇതിനകത്ത് ഏതാണ്ട് 700-ലധികം ക്രിമിനലുകൾ, അതായത് ബംഗ്ലാദേശിലെ ജയിലുകളിലും മറ്റും കഴിഞ്ഞിരുന്ന, ഇടയ്ക്ക് പരോളിൽ ഇറങ്ങുക അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങുക, അങ്ങനെയുള്ള 700-ലധികം ക്രിമിനൽ കേസ് പ്രതികൾ, മുമ്പ് പ്രതികളായിരുന്നവർ ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ കാസർഗോഡ് നിന്ന് നമുക്ക് ഒരാളെ പിടിക്കാൻ പറ്റിയത്. അങ്ങനെയാണ്, ആസാം പോലീസാണ് വന്ന് പിടിച്ചത്. അന്ന് അയാളെ മാത്രമല്ല 8 പേരെ മൊത്തത്തിൽ പിടിച്ചു. ആസാം പോലീസ് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ബംഗളൂരുവിൽ നിന്ന്, ഡൽഹിയിൽ നിന്നൊക്കെ അന്ന് അറസ്റ്റ് നടന്നിട്ടുണ്ട്. 8 ബംഗ്ലാദേശികൾ അന്ന് പിടിയിലായിട്ടുണ്ട്, ഇയാളടക്കം. അപ്പൊ എന്തായാലും ഇപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് കേരള പോലീസ് NIA-യുടെയും മറ്റും നിർദ്ദേശമനുസരിച്ച് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അത് എറണാകുളത്ത് മാത്രമാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത് എന്ന് നമ്മൾ ധരിക്കേണ്ട. അത് എല്ലാ ജില്ലകളിലേക്കും താമസിയാതെ വ്യാപിക്കും. നിലവിൽ ഒരു പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗം, പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റുമൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും. അവർ വളരെ കൃത്യമായിട്ട് ഇത്തരം ആൾക്കാരെ കണ്ടെത്തി അവരെ പിടികൂടി. ഒരുപക്ഷെ ഇതിൽ പലരും ദാരിദ്ര്യം സഹിക്കുക വയ്യാതെ ജോലിക്ക് വരുന്നവരാണ്. ഇതിന്റെ കൂട്ടത്തിൽ ക്രിമിനലുകളും വന്നിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ തീവ്രവാദികളും വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ശരി, ഇവരെ ഇനി നമുക്ക് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവരെ നമുക്ക് ഒരു കാരണവശാലും ഇനി നമ്മുടെ രാജ്യത്ത് തുടരാൻ അനുവദിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നമ്മുടെ പോലീസും അതിനൊപ്പം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായിട്ടും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശികളെ കൃത്യമായി പിടികൂടി അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ പിടികൂടുന്നതിനും ഒരു രസകരമായ രീതിയുണ്ട്. ഈ ബംഗാളി ആണെങ്കിൽ അത്യാവശ്യം ബംഗാളി അത് നമ്മുടെ സർക്കാരിന്റെയും കൂടെ ഒരു പരാജയമല്ലേ? കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാർ നിരന്തരം നമ്മുടെ ഇന്ത്യ രാജ്യങ്ങളിലേക്ക് കടന്നു നിന്നിട്ട് എന്തുകൊണ്ട് ഈ സർക്കാരുകൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? തീർച്ചയായിട്ടും അത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ബംഗ്ലാദേശികളെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് വരികയും വളരെ ചെറിയ തുക കൊടുത്ത് ഈ വ്യാജരേഖകൾ സംവിധാനത്തിന്റെ അത് തടയാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ജാഗ്രത കാണിച്ചിരുന്നില്ല. അതിന്റെ കാരണം ഈ ബംഗ്ലാദേശുമായിട്ടൊരു സൗഹൃദം നിലനിന്നിരുന്നു. ബംഗ്ലാദേശിൽ വലിയ പട്ടിണിയും അരാജകത്വവും ഒക്കെ ഉള്ളൊരു നാടാണ്. അവരെ അറിയാമല്ലോ, 1971 ഒരു യുദ്ധത്തിൽ അവരെ മോചിപ്പിച്ച് അവിടെ ഒരു ജനാധിപത്യ സംവിധാനം കൊണ്ടുവന്നത് പോലും നമ്മുടെ രാജ്യമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു വലിയ പുരോഗതി അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ മാറി മാറി ഭരിച്ച ഭരണകർത്താക്കൾക്ക് നിരവധി തവണ പട്ടാള അട്ടിമറി നടന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരികയും ഈ അതിർത്തി കടന്ന് ബംഗാളിൽ എത്തുകയും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് കേന്ദ്ര സർക്കാർ കണ്ണടക്കിയായിരുന്നു. അത് മുമ്പ് കോൺഗ്രസ് സർക്കാരും പിന്നീട് വന്ന BJP സർക്കാരും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും അക്കാര്യത്തിൽ ഒരു പിഴവാണ് വരുത്തിയത്. വാസ്തവത്തിൽ അത് നമ്മൾ ചെയ്യരുതായിരുന്നു. പക്ഷെ ആ പിഴവിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായ നടപടികളിലേക്ക് വന്നത്. അവിടെ കിടങ്ങുകൾ കുഴിക്കുന്നു. പക്ഷെ വൈകിപ്പോയി നമ്മൾ. ഇനിയെങ്കിലും നമ്മളത് ചെയ്തില്ലെങ്കിൽ വളരെ ശക്തമായ വളരെ കൃത്യമായ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ വേലി കിട്ടുന്നു, അതിർത്തിയിൽ വേലി കിട്ടുന്നു, നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ തടയാൻ സാധിച്ചിരിക്കുന്നു. ഇനിയുള്ളത് നുഴഞ്ഞു കയറിയ ആൾക്കാരെ കണ്ടെത്തി ഡീപ്പോർട്ട് ചെയ്യുക, തിരിച്ചവരുടെ നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കും.